Dear students, we are discussing different motivation theories. We have already gone through 3 motivation theories: Maslow's need hierarchy theory, 2-factor theory, and achievement motivation theory. Today we are discussing 2 theories contributed by McGregor. There are 2 theories of McGregor, that is theory X and theory Y. Both of the theories are being suggested by the same person, but the thing is that both are different in opinions. That is, theory X is just opposite to theory Y. Okay, let us go through these theories. Firstly, we have to move to theory X. The theory X of motivation has certain assumptions, and we are discussing around 7 assumptions here. Actually, these assumptions are the theories as per the theory X of motivation. So the first assumption is that the average human being has an inherent dislike of work and will avoid it if he can. As per the theory, an average human being is having an inherent dislike towards work. അതായത് ഒരു ശരാശരി എംപ്ലോയി എപ്പോഴും ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ആളാണ്. അത് ജന്മനാ ഉള്ളതാണ്. ആൻഡ് ഹി വിൽ അവോയ്ഡ് ഇറ്റ് ഇഫ് ഹീ ക്യാൻ. കഴിയുമെങ്കിൽ ജോലി ചെയ്യുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അതായത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിയറി എക്സ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് തിയറിയാണ്. ഒരു വർക്കറെ ജോലി ചെയ്യാത്ത ആളായി കാണുന്ന തിയറിയാണ് തിയറി എക്സ്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ആവറേജ് വർക്കർ എപ്പോഴും ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളാണ്. മാത്രമല്ല കഴിയുമെങ്കിൽ ജോലി ഒഴിവാക്കാൻ ശ്രമിക്കും. സെക്കൻഡ്ലി, ഹീ ലാക്സ് ആംബിഷൻ, ഡിസ്ലൈക്സ് റെസ്പോൺസിബിലിറ്റി ആൻഡ് പ്രിഫേഴ്സ് ടു ബി ഡയറക്റ്റഡ്. മറ്റൊരു അസംഷൻ ഇതാണ്, ഹീ ലാക്സ് ആംബിഷൻ. ആംബിഷൻ ഇല്ലാത്ത വ്യക്തിയാണ്. ആൻഡ് ഡിസ്ലൈക്സ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം എടുക്കാൻ ഇഷ്ടമല്ല. ആൻഡ് പ്രിഫേഴ്സ് ടു ബി ഡയറക്റ്റഡ്, സെൽഫ് ഡയറക്റ്റഡ് അല്ല, മറ്റുള്ളവരാൽ ഡയറക്റ്റ് ചെയ്യപ്പെടാനാണ് താല്പര്യം. ഹീ ഈസ് ഇൻഹറൻ്റ്ലി സെൽഫ് സെൻറ്റേർഡ്, ഇൻഡിഫറൻറ്റ് ടു ഓർഗനൈസേഷണൽ നീഡ്സ്. മറ്റൊരു അസംഷനാണ്, സെൽഫ് സെൻറ്റേർഡാണ്, സെൽഫ് സെൻട്രിക്കാണ്, അവനവൻ്റെ കാര്യം മാത്രം നോക്കുന്ന ആളാണ്. ആൻഡ് ഹീ ഈസ് ഇൻഡിഫറൻറ്റ് ടു ഓർഗനൈസേഷണൽ നീഡ്സ്. ഓർഗനൈസേഷണൽ നീഡ്സിനോട് ഇൻഡിഫറൻ്റാണ്, അലസനാണ്. അതായത് ഓർഗനൈസേഷണൽ നീഡ്സ് അല്ല താല്പര്യം, സെൽഫ് സെൻറ്റേർഡാണ്, സ്വന്തം നീഡ്സാണ് താല്പര്യം. അനദർ അസംഷൻ ഈസ് ദാറ്റ് ഹീ ഈസ് ബൈ നാച്ചർ റെസിസ്റ്റൻ്റ് ടു ചേഞ്ച്. ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്ന ആളാണ്. ഒരിക്കലും ചേഞ്ചസ് ഇഷ്ടമല്ല. എപ്പോഴും പഴയ ഒരു ട്രെൻഡ് എന്താണോ, പഴയ രീതി എന്താണോ അത് മാത്രം ഫോളോ ചെയ്യുന്ന വ്യക്തിയായിരിക്കും. ദെൻ ദ വർക്കിംഗ് മെത്തേഡ് ഓഫ് പീപ്പിൾ ഈസ് ജനറലി ട്രഡീഷണൽ ആൻഡ് ഹെൻസ് ദർ ഈസ് ലിറ്റിൽ സ്കോപ്പ് ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് റിസർച്ച്. എപ്പോഴും ഇത്തരം ആളുകളുടെ വർക്കിംഗ് മെത്തേഡ് ട്രഡീഷണൽ മെത്തേഡാണ് അവരിഷ്ടപ്പെടുക. ഒരിക്കലും റിസർച്ച്, ഡെവലപ്മെൻറ്റ് ഇതിലൊന്നും വലിയ കാര്യമില്ല. അതിനൊന്നും ലിറ്റിൽ സ്കോപ്പ് മാത്രമാണ് കൊടുക്കുക. തീരെ താല്പര്യമില്ലാത്ത ആളുകളാണ്. ദ നെക്സ്റ്റ്, പീപ്പിൾ വുഡ് ബി പാസീവ് വിത്തൗട്ട് ആക്റ്റീവ് ഇൻ്റർവെൻഷൻ ബൈ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ആക്റ്റീവ് ഇൻ്റർവെൻഷൻ ഇല്ലെങ്കിൽ, ഇടപെടലില്ലെങ്കിൽ ഫുള്ളി പാസീവായിട്ടുള്ള ആളുകളായിരിക്കും. ഹെൻസ് ദേ മസ്റ്റ് ബി പെർസ്വേഡഡ്, റിവാർഡഡ്, പണിഷ്ഡ് ഓർ പ്രോപ്പർലി ഡയറക്റ്റഡ്. അപ്പം അങ്ങനെ സെൽഫ് ഡയറക്റ്റഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ദേ മസ്റ്റ് ബി പെർസ്വേഡഡ്, അവരെ മോട്ടിവേറ്റ് ചെയ്യണം, റിവാർഡ് കൊടുക്കണം, അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ പ്രോപ്പർ റിവാർഡ് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത്തരം ആളുകൾ ആക്റ്റീവ് ആവുകയുള്ളൂ. ദെൻ ഹീസ് ഗള്ളിബിൾ, നോട്ട് വെരി ബ്രൈറ്റ്. ഒരിക്കലും ബ്രൈറ്റ് അല്ലാത്ത ആളുകളാണ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് ആർ ദ അസംഷൻസ് ഓഫ് തിയറി എക്സ്. ഇപ്പോൾ ഈ തിയറിയുടെ അസംഷൻസ് കണ്ടാൽ മനസ്സിലാകും. ഇറ്റ് കൺസിഡർ പീപ്പിൾ ആസ് നെഗറ്റീവ്.
That is, an average employee is resistant to change. He will not be liking to do the job. He will avoid doing the job, and he will be using only traditional methods. He will be passive, not active. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നെഗറ്റീവായ വ്യക്തിയായിരിക്കും എംപ്ലോയി എന്ന് അസ്യൂം ചെയ്യുന്ന തിയറിയാണ് തിയറി എക്സ്. Then another theory contributed by McGregor is theory Y. Theory Y is just opposite to theory X. Theory X was considering people as negative, but in case of theory Y, it consider people in a positive manner. Just like in the case of 7 assumptions given in theory X, theory Y is also having around 6 assumptions. And these assumptions are: first one, work is natural as play or rest provided the conditions are favorable. The average human being does not inherently dislike work. നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പറയുകയാണ്. ജോലി എന്ന് പറയുന്നത് എപ്പോഴും കളിക്കുന്ന പോലെ അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുന്ന പോലെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയും ഇൻഹറൻ്റായിട്ട് ജന്മനാൽ തന്നെ ദേ ലൈക്ക് ടു ഡു ജോബ്. ദാറ്റ് ഈസ് ദേ ഡസ് നോട്ട് ഡിസ്ലൈക്ക് വർക്ക്. ജോലിയെ ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും ജന്മനാ തന്നെ ജോലി ചെയ്യാൻ ഇഷ്ടമായിരിക്കും. നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ്. സെക്കൻഡ്, external control, the thirst of punishment are not only means of bringing about efforts towards organizational objective. Man will exercise self-direction and self-control. അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള കൺട്രോൾ, നിയന്ത്രണം, പണിഷ്മെൻറ്റ്, ഇതൊക്കെ ആളുകളെ കൺട്രോൾ ചെയ്യാൻ ആവശ്യമാണെങ്കിലും പീപ്പിൾ ആർ ഓൾവേസ് എക്സസൈസിങ് സെൽഫ് ഡയറക്ഷൻ ആൻഡ് സെൽഫ് കൺട്രോൾ. ആളുകളൊക്കെ സ്വയം ഡയറക്റ്റ് ചെയ്യപ്പെട്ട, സ്വയം നിയന്ത്രിതരായിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ സെൽഫ് ഡയറക്റ്റഡ് ആണ്, സെൽഫ് കൺട്രോൾഡ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ആളുകളെ ഡയറക്റ്റ് ചെയ്യണം, കൺട്രോൾ ചെയ്യുന്നതാണ്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. പീപ്പിൾ ആർ, എംപ്ലോയീസ് ആർ സെൽഫ് ഡയറക്റ്റഡ്, സെൽഫ് കൺട്രോൾഡ്, എക്സെട്ര. Then another assumption, commitment to objectives is a result of reward associated with their achievement. ഇപ്പോൾ ജോലിയോടുള്ള കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അത് ഒരു വ്യക്തിയുടെ അച്ചീവ്മെൻറ്റിന് കിട്ടുന്ന റിവാർഡുമായി അസോസിയേറ്റഡ് ആണ്. അതായത് ആളുകളൊക്കെ അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിരിക്കാം. അപ്പം അതിനവർക്ക് റിവാർഡ് കിട്ടും. റിവാർഡ് കിട്ടുമ്പോൾ ആളുകൾ കൂടുതൽ നന്നായി ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. Then another assumption, the average human being under proper conditions learn not only to accept responsibility but also seek it. അതായത് ഒരു ആവറേജ് കണ്ടീഷൻ, വർക്കിംഗ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ആവറേജ് എംപ്ലോയി എപ്പോഴും ഉത്തരവാദിത്തങ്ങൾ സ്വീകരിക്കുകയും അതെവിടെയൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ടോ അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നതാണ്. അതായത് എംപ്ലോയീസ് ലൈക്ക് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റീസ്. ഉത്തരവാദിത്വം എടുക്കാനൊക്കെ ഇഷ്ടമാണ്, അത് ആക്സെപ്റ്റ് ചെയ്യും എന്നതാണ് മറ്റൊരു അസംഷൻ. Then he has capacity to exercise relatively high degree of imagination, ingenuity, creativity, etc. in the solution of organizational problems. ഈ ഒരു അസംഷൻ പറയുന്നത് എംപ്ലോയീസിന് ഹൈ കപ്പാസിറ്റി ഉണ്ട്, ഇമാജിനേഷൻ കപ്പാസിറ്റി ഉണ്ട്, നല്ല ക്രിയേറ്റീവായിരിക്കും, പ്രോബ്ലംസൊക്കെ വളരെ ക്രിയേറ്റീവായിട്ടാണ്, ഹെൽത്തി ആയിട്ടാണ് സോൾവ് ചെയ്യുക. ഇത്തരം എബിലിറ്റീസ് എംപ്ലോയീസിനുണ്ട് എന്നാണ് അസംഷൻ. Then sixth assumption, under conditions of modern industrial life, the intellectual potentialities of people are ഓൺലി പാർഷ്യലി യൂട്ടിലൈസ്ഡ്. അതായത് ആളുകൾക്കൊക്കെ മോഡേൺ ഇൻഡസ്ട്രിയൽ ലൈഫിലുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയാണ്. അവരുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയുടെ പകുതി പോലും യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പകുതി കുറച്ച് മാത്രമേ, ഒരു പാർഷ്യൽ എബിലിറ്റി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അത്രയും എബിലിറ്റി ഉള്ള ആളുകളാണ് എംപ്ലോയീസ് എന്നാണ് അടുത്ത അസംഷൻ. അപ്പോൾ ഈ രണ്ട് അസംഷനും കേട്ടപ്പോൾ എന്താ നമുക്ക് തോന്നുന്നത്? ദ സെയിം പേഴ്സൺ ഈസ് സെയിങ് things differently in different theories. ഹസ്ബർഗ് തന്നെ ഒരു തിയറിയിൽ ആളുകളെ മുഴുവൻ നെഗറ്റീവായി കാണുന്നു, മറ്റൊരു തിയറിയിൽ ആളുകളെ മുഴുവൻ പോസിറ്റീവായി കാണുന്നു. ആക്ച്വലി ഈ അസംഷൻസാണ്
തിയറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് ആർ റിഗാർഡിങ് തിയറി എക്സ് ആൻഡ് തിയറി വൈ. എന്താണ് ഈ തിയറിയുടെ ഇംപ്ലിക്കേഷൻ? ഇങ്ങനെ ഒരു തിയറി കേട്ടാൽ, രണ്ട് തിയറീസ് കേട്ട് കഴിഞ്ഞാൽ രണ്ടും രണ്ട് ഡയറക്ഷനിലാണ് പറയുന്നു. ഒന്ന് പോസിറ്റീവായി പറയുന്നു, നെഗറ്റീവായി പറയുന്നു. എന്താണ് ഇങ്ങനെ രണ്ട് തിയറിയുടെ ഇംപ്ലിക്കേഷൻസ്? ഒരു മാനേജർ, ആസ് ഫാർ ആസ് എ മാനേജർ ഈസ് കൺസേൺഡ്, ഹീ ഹാസ് ടു ഐഡൻറ്റിഫൈ that an organization will be having different employees. Some of them may be positive and some of them may be negative. That is, some employees will be Y category and some employees will be X category. അതായത് രണ്ട് കാറ്റഗറി ഓഫ് എംപ്ലോയീസിനെയാണ് ഇവിടെ പരിചയപ്പെടുത്തിയത്. ഒന്ന് നെഗറ്റീവ് കാറ്റഗറിയും മറ്റൊന്ന് പോസിറ്റീവ് കാറ്റഗറിയും. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ എക്സ് കാറ്റഗറി പീപ്പിളും ഉണ്ടാകാം, വൈ കാറ്റഗറി പീപ്പിളും ഉണ്ടാവാം. ഇഫ് ഇറ്റ് ഈസ് എക്സ് കാറ്റഗറി പീപ്പിൾ, എക്സ് കാറ്റഗറി എന്ന് പറയുമ്പോൾ ജോലി ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആളുകളാണ്, മടിയന്മാരാണ്, അങ്ങനെയുള്ള ടൈപ്പാണ്. ഇഫ് ഇറ്റ് ഈസ് എക്സ് കാറ്റഗറി പീപ്പിൾ, വി ഹാവ് ടു യൂസ് ദ ടൂൾസ് ലൈക്ക് റിവാർഡ്, പണിഷ്മെൻറ്റ്, മോട്ടിവേഷൻ എക്സെട്ര. അല്ലേ? അത്തരം ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മൾക്ക് അവർക്ക് റിവാർഡ് കൊടുക്കേണ്ടി വരും, അഡ്വാൻസ്മെൻറ്റ് കൊടുക്കേണ്ടി വരും, അതല്ലെങ്കിൽ പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ഇങ്ങനെയാണ് എക്സ് കാറ്റഗറിക്കാരെ ഡീൽ ചെയ്യേണ്ടത്. അതേസമയം ഇഫ് ഇറ്റ് ഈസ് എ വൈ കാറ്റഗറി പീപ്പിൾ, നമ്മളൊരാളെ കാണുന്നു അയാൾ വൈ കാറ്റഗറിയാണ് എങ്കിൽ അയാളെ നമ്മൾ പണിഷ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. ഹി വിൽ ബി ഹാവിങ് മോർ ഇൻട്രസ്റ്റ് ടു ഡു ദ ജോബ്. ഹി വിൽ ബി സെൽഫ് ഡയറക്റ്റഡ്, ഹി വിൽ ബി ഇൻ്റലക്ച്വൽ. അത്തരം ഒരാളുകളെ നമ്മൾ പണിഷ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് മോട്ടിവേഷനിലൂടെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു തിയറിയുടെ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഇൻ ആൻ ഓർഗനൈസേഷൻ ദർ വിൽ ബി ടു കാറ്റഗറീസ് ഓഫ് പീപ്പിൾ, എക്സ് കാറ്റഗറി പീപ്പിൾ ആൻഡ് വൈ കാറ്റഗറി പീപ്പിൾ. We have to identify whether a particular person is X or Y. ഒരു വ്യക്തിയെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ we have to identify whether he is X category people or Y category people, and we have to deal with him according to his nature. എക്സ് ആണെങ്കിൽ എക്സിനെ ഡീൽ ചെയ്യുന്ന രൂപത്തിലും, അതല്ലെങ്കിൽ വൈ കാറ്റഗറി പീപ്പിൾ ആണെങ്കിൽ അവർക്ക് അനുയോജ്യമായിട്ടും വേണം മാനേജർ ഡീൽ ചെയ്യാൻ. ഇതാണ് ഈ തിയറിയുടെ ഇംപ്ലിക്കേഷൻ. ഓക്കെ, ദീസ് ആർ റിഗാർഡിംഗ് തിയറി എക്സ് ആൻഡ് തിയറി വൈ കോൺട്രിബ്യൂട്ടഡ് ബൈ മാഗ്രിഗർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.